ഇവൻ എത്ര നാട്ടിലൂടെ കയറി പോകാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞു അനീഷ് അപ്പൊ അവൻ തിരിച്ചു വെച്ചോ നീ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നോട് ഇങ്ങോട്ട് നമ്മളെ ഈ ചോദ്യം നമ്മളോട്ടാണ് ചോദിക്കാറ് നീ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അവനതൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി. അപ്പൊ അവൻ ചെയ്ത പ്രവർത്തി നമുക്ക് എത്രമാത്രം ഇറിറ്റേറ്റഡ് ആക്കുന്നത് എന്നുള്ളത് നന്നായിട്ടറിയാം. എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും അല്ല എന്തൊരു എവിക്ഷൻ നടന്നാലും എന്തൊരു അഭിപ്രായം വന്നാലും എന്തൊരു ടാസ്ക് നടന്നാലും എന്തൊരു ആക്ടിവിറ്റി നടന്നാലും ഫസ്റ്റ് പോകുന്ന അനീഷ്. അനീഷിന് വ്യക്തമായുള്ള ചാർട്ട് ഉണ്ട്, വ്യക്തമായുള്ള ഗെയിം പ്ലാൻ ഉണ്ട്, വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഡൗട്ടും ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുന്നത്. ആ പറയുന്ന ആളാണ് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത്. സ്ട്രാറ്റജി ഗെയിം കോണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവുന്നില്ല. ഞാനിവിടെ ജീവിക്കാൻ വന്നത് എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും വീക്കെൻഡ് എപ്പിസോഡിൽ ആരൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഗെയിമേഴ്സാണ്. ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്. മൂപ്പർക്ക് പോകുമ്പോൾ പറയും ഇനി വരാൻ പോകുന്ന ക്രൂഷ്യലായിട്ടുള്ള വീക്കാണ്, അതിൻ്റെ 13ാമത്തെ ആഴ്ചയാണ്, 12ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ചയാണ്. സൂക്ഷിച്ച് കഴിക്കുക, സൂക്ഷിച്ച് ഗെയിം കളിക്കുക എന്നും പറഞ്ഞ ഉപദേശം പോണ്. അത് മൂപ്പർ പോയി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയും ഗെയിമോ എന്ത് ഗെയിം? അല്ല എനിക്ക് എന്നോട് ചോദിച്ചു ഷാനവാസ് എന്നാത്ത ഞാൻ പറഞ്ഞത് 60%, 60% 40% ഇതുവരെ തിരിച്ച് ഞാൻ ചോദിച്ചു എത്ര പെർസെൻറ്റേജ് മനസ്സിലായി? ഏതെങ്കിലും പെർസെൻറ്റേജ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് പറയാം. ഞാനത് അതിൻ്റെ ക്ലാരിറ്റി വരുന്നത് അതിനും മുപ്പേക്ക് മറുപടി. എനിക്ക് 40% ഇപ്പോഴും സംശയം. ഞാൻ അവൻ്റെ മുഖത്തോക്കി പറഞ്ഞതാണ്. അത് ഞങ്ങൾ നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് പറഞ്ഞത്. എനിക്ക് 40% ഇപ്പോഴും സംശയമില്ല. ഇപ്പം നല്ല രീതിയിലല്ലേ? ഇപ്പോൾ നല്ല രീതിയിലാണ്. ശരി, അത് ശരി. പറയാനുള്ളത് പറയാനുള്ള സ്ഥലം ചോദിക്കാതെ ഇന്നലെ ചോദിക്കാൻ പറ്റുന്നത്